JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. 2025 സെപ്റ്റംബർ 12, 13 തീയതികളിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായി MD ആയിട്ട് രവി രഞ്ജനെ ശുപാർശ ചെയ്തത് ഏത് സ്ഥാപനമാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി രവി രഞ്ജനെ ശുപാർശ ചെയ്തത് ഏത് സ്ഥാപനമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. ആരെങ്കിലും കണ്ടോ, വായിച്ചായിരുന്നോ? ഏതാ ശരി ഉത്തരം അറിയാവോ? FSIB ആണ് അല്ലെ, ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ ആണ്. ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി രവി രഞ്ജനെ ശുപാർശ ചെയ്തത് ഏത് സ്ഥാപനമാണ്? FSIB, ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗ കേസിൽ 4 വർഷത്തെ വിലക്ക് ലഭിച്ച അമേരിക്കൻ സ്പ്രിന്റർ. അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗ കേസിൽ 4 വർഷത്തെ വിലക്ക് ലഭിച്ച അമേരിക്കൻ സ്പ്രിന്റർ. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെപ്റ്റംബർ 12, 13 തീയതികളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആരെങ്കിലും വായിച്ചിരുന്നോ? അറിയാവോ? ഉത്തരം അറിയാവോ? ഏതാണ് ഉത്തരം? എറിയോൺ നൈറ്റൺ. എറിയോൺ നൈറ്റൺ ആണല്ലേ. അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗ കേസിൽ 4 വർഷത്തെ വിലക്ക് ലഭിച്ച അമേരിക്കൻ സ്പ്രിന്റർ ആരാണ്? എറിയോൺ നൈറ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ. CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ആർക്കാണ് ലഭിച്ചത്? CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ് അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആചാര്യ ദേവവ്രത് അല്ലെ. ആചാര്യ ദേവവ്രതിനാണ് ഈ മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ലഭിച്ചത്. CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ലഭിച്ചത് ആചാര്യ ദേവവ്രത്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബർ 12 മുംബൈയിൽ നിന്ന് ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ മുഴുവൻ വനിതാ നാവികസേന സെയിലിംഗ് പരിവേഷണമായ സമുദ്ര പ്രദക്ഷിണ ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? 2025 സെപ്റ്റംബർ 12 മുംബൈയിൽ നിന്ന് ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ മുഴുവൻ വനിതാ നാവികസേന ഡയലിംഗ് പരിവേഷണമായ സമുദ്ര പ്രദക്ഷിണ ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? അറിയാവോ ആർക്കെങ്കിലും? കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു. ഇത് സെപ്റ്റംബർ 12 പത്രത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും വായിച്ചതായിരിക്കും, പക്ഷെ ഓർത്തിരിക്കുന്നുണ്ടോന്ന് അറിയില്ല. ആരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അല്ലെ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് 2025 സെപ്റ്റംബർ 12 മുംബൈയിൽ നിന്ന് ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ മുഴുവൻ വനിതാ നാവികസേന സെയിലിംഗ് പരിവേഷണമായ സമുദ്ര പ്രദക്ഷിണ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ പങ്കെടുത്ത 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടി 2025 സെപ്റ്റംബർ 11 മുതൽ 12 വരെ എവിടെയാണ് നടന്നത്? ഇന്ത്യ പങ്കെടുത്ത 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടി 2025 സെപ്റ്റംബർ 11 മുതൽ 12 വരെ എവിടെയാണ് നടന്നത്? എവിടെയാണ് നടന്നത്? ആർക്കെങ്കിലും അറിയാവോ? കഴിഞ്ഞ ദിവസം നടന്നതാണ്. അറിയാവോ? ആലോചിച്ച് നോക്കിയേ. എവിടെയാണ്? റോം, ഇറ്റലിയിലാണ് അല്ലേ. റോം, ഇറ്റലി. ഇന്ത്യ പങ്കെടുത്ത 4ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ ഉച്ചകോടി 2025 സെപ്റ്റംബർ 11 മുതൽ 12 വരെ എവിടെയാണ് നടന്നത്? റോം, ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബർ 13 ബൈരാബി സൈരാങ് റെയിൽവേ ലൈൻ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? 2025 സെപ്റ്റംബർ 13
ബൈരാബി സൈരാങ് റെയിൽവേ ലൈൻ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ആർക്കെങ്കിലും അറിയാവോ? വളരെ പ്രധാനപ്പെട്ടതാണ്. അറിയാവോ? ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? എവിടെയാണ്? മിസോറാം അല്ലേ. 2025 സെപ്റ്റംബർ 13 ബൈരാബി സൈരാഗ് റെയിൽവേ ലൈൻ മിസോറാം സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. പരിശീലന ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഒരു നൂതന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? പരിശീലന ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഒരു നൂതന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഏതാണ്? എയിംസ് ആണല്ലേ, ന്യൂഡൽഹി. എയിംസ് ആണ് ന്യൂഡൽഹിയിലെ. അപ്പോൾ പരിശീലന ആവശ്യങ്ങൾക്കായി പ്രത്യേകമായി ഒരു നൂതന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് എയിംസ് ആണ്, ന്യൂഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു. ആരെങ്കിലും വായിച്ചായിരുന്നോ അത്? അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? ഏതാണ്? അൽബേനിയ ആണല്ലേ. അൽബേനിയ. AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. ലോകത്തിലെ ആദ്യത്തെ, അതായത് അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റർ മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. അടുത്ത ക്വസ്റ്റ്യൻ. ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ദുബായിൽ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ഏതാണ്? കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. വായിച്ചോ ആരെങ്കിലും? വായിച്ചവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏതാണ്? IIM അഹമ്മദാബാദ്. IIM അഹമ്മദാബാദ് ആണല്ലേ. ദുബായില് ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായ വ്യക്തി ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായ വ്യക്തി ആരാണ്? ആരാണ്? PP തങ്കച്ചൻ. PP തങ്കച്ചനാണ് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ ഇസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ ഇസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? എന്തായിരുന്നു? ആർക്കെങ്കിലും അറിയാവോ? എന്തായിരുന്നു? സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനാല്. അതിനു വേണ്ടിയിട്ടായിരുന്നു പ്രതിഷേധങ്ങൾ അല്ലേ. 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ ഇസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനാല്. അടുത്ത ക്വസ്റ്റ്യൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ദ വിസാർഡ് ഓഫ് ദ ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ദ വിസാർഡ് ഓഫ് ദ ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരാണ്? ഒലിവർ അസായസ് ആണല്ലേ. ഒലിവർ അസായസ്. ഒലിവർ അസായസ് ഓർത്തിരിക്കണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജീവിതകഥ ആസ്പദമാക്കി ദ വിസാർഡ് ഓഫ് ദ ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഒലിവർ അസായസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേരെന്താണ്? ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാവോ? പേരെന്താണ്? ആദി സംസ്കൃതി. ആദി സംസ്കൃതി ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ
പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര്. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണ്? അറിയാവോ ആർക്കെങ്കിലും? കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് പേര്? ഓപ്പറേഷൻ റാഹത്ത്. ഓപ്പറേഷൻ റാഹത്ത് എന്നാണ് പേര്. ഓർത്തിരിക്കണം. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ റാഹത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ പ്രതിരോധ വകുപ്പിന്റെ യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തിടെ പ്രതിരോധ വകുപ്പിന്റെ യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം ഏതാണ്? ഏതാണ്? USA ആണ് അല്ലേ? അടുത്തിടെ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം ഏതാണ്? USA. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 10 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 10 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ആർക്കെങ്കിലും അറിയാവോ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? IIT ഡൽഹി അബുദാബി ക്യാമ്പസിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ അടൽ ഇന്നോവേഷൻ സെന്റർ 2025 സെപ്റ്റംബർ 10 IIT ഡൽഹി അബുദാബി ക്യാമ്പസിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിൽ INS അരാവലി കമ്മീഷൻ ചെയ്യും? ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിലെ ഏത് തീയതിയിൽ INS അരാവലി കമ്മീഷൻ ചെയ്യും? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2025 സെപ്റ്റംബർ 12 ഇന്ത്യൻ നാവികസേന ഗുരുഗ്രാമിൽ ഏത് തീയതിയിലാണ് INS അരാവലി കമ്മീഷൻ ചെയ്യുന്നത്? 2025 സെപ്റ്റംബർ 12. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അടുത്തിടെ റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയാണ്? ആർക്കെങ്കിലും അറിയാവോ എവിടെയാണ്? ബീഹാറിലെ രാസ്ഗിറിലാണ് അല്ലേ? ബീഹാറിലെ രാസ്ഗിറിലാണ് അടുത്തിടെ റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഏതാണ്? KSFE ആണ് അല്ലേ? KSFE ആണ് 2025 സ്വദേശ് സമ്മാൻ അവാർഡ് നേടിയ കേരള സർക്കാരിന്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ. അരുണാചൽ പ്രദേശിലെ വന്യജീവി സർവേയിൽ അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവ ജീവി ഏതാണ്? അരുണാചൽ പ്രദേശിലെ വന്യജീവി സർവേയിൽ അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവ ജീവി ഏതാണ്? ഏതാണ്? പല്ലാസ് പൂച്ചയാണ് അല്ലേ? പല്ലാസ് കാറ്റ്. പല്ലാസ് പൂച്ചയാണ് അരുണാചൽ പ്രദേശിലെ വന്യജീവി സർവേയിൽ അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞ അപൂർവ ജീവി, പല്ലാസ് പൂച്ച. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.